ഇന്നത്തെ ഈ ചടങ്ങിനോടനുബന്ധിച്ച് 2 സെഷനാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സെഷൻ ജസ്റ്റിസ് IYER കൃഷ്ണ ഓൺ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്സ് എന്ന ടോപ്പിക്കിൽ ആനന്ദ പത്മനാഭം ആശ്രയേ ഖനനയദേശിക പത്മനാഭം ആശ്രയേ ആദിമധ്യാന്തരഹിതം അഖില ഫലദായകം ശ്രീനായകം ആനന്ദ തിലകം ഭാസുരം ഹരികേശ വിഹിതം ആനന്ദരൂപം ആനന്ദ പത്മനാഭം ആശ്രയേ ആദിമധ്യാന്തരഹിതം അഖില ഫലദായകം ശ്രീനായകം ആനന്ദ പത്മനാഭം ആശ്രയേ. ജുഡീഷ്യറിയുടെ സത്പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ജസ്റ്റിസ് ഫാത്തിമ ബീവി നമ്മെ വിട്ടുപിടിച്ചു. 1927 ജനിച്ച പത്തനംതിട്ട സ്വദേശിനിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദവും ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും സ്വർണ്ണ മെഡലോടെ നിയമബിരുദവും കരസ്ഥമാക്കി. 1950 നവംബറിൽ കൊല്ലം ജില്ലാ കോടതിയിൽ അഭിഭാഷകയായി പ്രാക്ടീസ് തുടങ്ങി. 1984 കേരള ഹൈക്കോടതിയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജഡ്ജിയായി. 1989 ഒക്ടോബർ 6 സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി നിയമിതയായി. 1997 ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറായി തമിഴ്നാട്ടിൽ ചുമതലയേറ്റു. PSC നിയമനത്തിലൂടെ മുൻസിഫാകുന്ന കേരളത്തിലെ ആദ്യ വനിത. കേരളത്തിലെ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ, പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം, കേരള സർക്കാർ ആദ്യമായി ഏർപ്പെടുത്തിയ കേരള സഭാ പുരസ്കാര ജേതാവ്. അങ്ങനെ ഒട്ടേറെ വിശേഷങ്ങൾക്കും ബഹുമതികൾക്കും അർഹയായ സമാനതകളില്ലാത്ത സാർത്ഥക ജീവിതത്തിന് ഉടമ അവിവാഹിത കൂടിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി തൻ്റെ 96ാമത്തെ വയസ്സിൽ നവംബർ 23 നിര്യാതയായി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ദി ലോ ട്രസ്റ്റ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അടുത്തതായി ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ബാജി രവീന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ നഗരേഷ് സർ, ബഹുമാനപ്പെട്ട ശ്രീ MK ജയകുമാർ സർ, ശ്രീ ജയകൃഷ്ണൻ, ശ്രീ ബിജോയ് MS രാജ്, ജുഡീഷ്യൽ ഓഫീസേഴ്സ്, അഭിഭാഷക സുഹൃത്തുക്കളെ, നിയമ വിദ്യാർത്ഥികളെ, മാധ്യമ പ്രവർത്തകരെ, ലോ ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആദരണീയരും ബഹുമാനീയരുമായ വ്യക്തിത്വങ്ങളെ, നിയമ ദിനമായ ഇന്ന് നവംബർ 26 നിയമ ദിന ആഘോഷത്തിന്റെ ഭാഗമായി നിയമ മേഖലയിൽ സ്തുത്യർഹമായ സംഭാവനകൾ നൽകി കടന്നുപോയ നിയമരംഗത്തെ അധികായൻ ജസ്റ്റിസ് ശ്രീ IYER കൃഷ്ണയ്യർ അവരുടെ ജ്വലിക്കുന്ന സ്മരണകൾ പുതുക്കി ലോ ട്രസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന പ്രോഗ്രാമിന്റെ ആദ്യ സെഷനായുള്ള ജസ്റ്റിസ് IYER കൃഷ്ണയ്യർ ഓൺ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്സ് എന്ന വിഷയത്തെ അധികരിച്ചുള്ള സെമിനാറാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. 2012 ജന്മം കൊണ്ട ലോ ട്രസ്റ്റ് 2015 മുതലാണ് നിയമരംഗത്തെ കുലപതിയായിരുന്ന ജസ്റ്റിസ് ശ്രീ IYER കൃഷ്ണയ്യർ അവരോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തി വരുന്നത്. ലോ ട്രസ്റ്റ് രൂപം കൊണ്ട് 11 വർഷങ്ങൾ പിന്നിടുമ്പോഴും നിയമ ബോധവൽക്കരണ പരിപാടികളും എല്ലാ വർഷവും നവംബർ 26 നിയമദിന ആഘോഷവും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇനിയും ലോ ട്രസ്റ്റിന് ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ആശംസിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ സെഷനിലെ അധ്യക്ഷൻ
ബാർ കൗൺസിൽ അംഗം കൂടിയായ ശ്രീ ജോസഫ് ജോൺ സാർ, ബാർ കൗൺസിൽ മുൻ ചെയർമാനും ബാർ കൗൺസിൽ അംഗവും ഓണററി സെക്രട്ടറിയുമായ ശ്രീ ജോസഫ് ജോൺ സാർ, അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നമ്മൾ അഭിഭാഷകർക്ക് എല്ലാവർക്കും അദ്ദേഹം നമുക്ക് മാതൃകയാണ്. അദ്ദേഹത്തോട് അഭിഭാഷക സമൂഹം എന്നും കടപ്പെട്ടിരിക്കുന്നു. ലോ ട്രസ്റ്റിന്റെ ശൈശവകാലം മുതൽ കലവറയില്ലാത്ത പിന്തുണ നൽകുന്ന അദ്ദേഹത്തെ ലോ ട്രസ്റ്റിന്റെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജ് ശ്രീ നഗരേഷ് സാർ, എറണാകുളം ജില്ലയിൽ വൈക്കം താലൂക്കിൽ അഡ്വക്കേറ്റ് എസ് നരസിംഹനായിക് അവர்களுടെയും ശ്രീമതി ലളിത അവர்களுടെയും മകനായി ജനിച്ച അദ്ദേഹം 1989 അഭിഭാഷകനായി കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. ഭരണഘടന, സിവിൽ, കമ്പനി, തൊഴിൽ, നികുതി സംബന്ധമായ നിയമങ്ങൾ എന്നീ മേഖലകളിലുള്ള കേസുകൾ പ്രാക്ടീസ് ചെയ്ത അദ്ദേഹം കേരള ബാർ കൗൺസിൽ അംഗം, ന്യൂവൽസിന്റെ ജനറൽ കൗൺസിൽ അംഗം എന്നീ സ്ഥാനങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. 2014 സെൻട്രൽ ഗവൺമെന്റ് അദ്ദേഹത്തെ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയി നിയമിച്ചു. 2018 നവംബർ 5 ജസ്റ്റിസ് നഗരേഷ് സാർ കേരള ഹൈക്കോടതി ജഡ്ജിയായി നിയമനം ലഭിച്ചു. 2012 ലോ ട്രസ്റ്റ് രൂപീകൃതമായപ്പോൾ ആ സംഘടനയുടെ നമ്മുടെ ലോ ട്രസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം, ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ജസ്റ്റിസ് ശ്രീ നഗരേഷ് സാറാണ്. ശ്രീ ജയകുമാർ സാർ, ലോ ട്രസ്റ്റിന്റെ വൈസ് ചാൻസലറും ന്യൂവൽസിന്റെ വൈസ് ചാൻസലറും കേരള മുഖ്യമന്ത്രിയുടെ നിയമ ഉപദേഷ്ടാവും നിയമ പണ്ഡിതനായ ശ്രീ ജയകുമാർ സാർ ജസ്റ്റിസ് ശ്രീ IYER കൃഷ്ണയ്യർ അവാർഡിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് തന്നെ അർഹതയുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി നിഷ്പക്ഷമായ തീരുമാനം കൈക്കൊണ്ട അവാർഡ് ജൂറി ചെയർമാൻ കൂടിയായ ശ്രീ ജയകുമാർ സാർ, നിരവധി ശിഷ്യ സമ്പത്തുകൾ ഉള്ള ശ്രീ ജയകുമാർ സാറിനെ ലോ ട്രസ്റ്റിന്റെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തിരുനെൽവേലി ജഡ്ജ് ശ്രീ സമീന, സന്തോഷ് സാറിന്റെ വിദ്യാർത്ഥി കൂടിയായ ശ്രീ സമീന അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജുഡീഷ്യൽ ഓഫീസറായ ശ്രീ രാജപ്പൻ നായർ സാർ അവരെ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ, തിരുവനന്തപുരം കോടതിയിലെയും ഹൈക്കോടതിയിലെയും അഭിഭാഷകനും ലോ ട്രസ്റ്റിന്റെ സെമിനാർ കമ്മിറ്റി ചെയർമാനുമാണ് അദ്ദേഹം. ഈ പ്രോഗ്രാമിന്റെ മോഡറേറ്റർ കൂടിയായ ശ്രീ ജയകൃഷ്ണനെ ലോ ട്രസ്റ്റിന്റെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബിജോയ് MS രാജ്, പ്രിൻസിപ്പൽ CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസ്, നിയമത്തിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ബിരുദം നേടിയ കേരളത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സാറിന്റെ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹത്തെ ലോ ട്രസ്റ്റിന്റെ അദ്ദേഹം നമ്മുടെ അഭിമാനമാണ്. ശ്രീ ബിജോയ് MS രാജ് അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പേപ്പർ പ്രസന്റേഷൻ നടത്തുമ്പോൾ അതിന് ഇവാലുവേഷൻ നടത്തുന്നതായി എത്തിച്ചേർന്നിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് പ്രിൻസിപ്പൽ ശ്രീ രാജേന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ശ്രീ CK പ്രദീപ് കുമാർ സാറിനെ ലീഗൽ കൺസൾട്ടന്റ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സെമിനാറിൽ നിന്ന് പേപ്പർ പ്രസന്റേഷനായി എത്തിയ അഭിഭാഷകർക്കും നിയമ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നിയമദിനത്തിൽ ആദരിക്കപ്പെടുന്ന ട്രസ്റ്റ് മെമ്പർമാരായ നിയമ ബിരുദ പരീക്ഷകളിൽ റാങ്ക് ഹോൾഡേഴ്സ് ആയവർക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡോക്ടറേറ്റ് നേടിയ അവർക്ക് സ്വാഗതം. 2023 APP എക്സാമിനേഷനിൽ 1ാം റാങ്ക് നേടിയ സന്തോഷ് സാറിന്റെ വിദ്യാർത്ഥി കൂടിയായ കൊല്ലം ബാർ അസോസിയേഷൻ മെമ്പർ ശ്രീ ഗോകുൽ കൃഷ്ണൻ സ്വാഗതം. അന്താരാഷ്ട്ര കായിക മത്സരത്തിൽ ജേതാക്കളായവർക്കും സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ ജുഡീഷ്യൽ ഓഫീസേഴ്സ്, സീനിയർ അഭിഭാഷകർ, ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ പ്രേംകുമാർ, ഇതിന് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ശ്രീ കരിങ്കുളം അജിത് കുമാർ, അതുപോലെ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ശിവലാൽ, ട്രസ്റ്റ് ടെക്നിക്കൽ എക്സ്പെർട്ട് ഷമീം, ശ്രീ മനോമോഹൻ, അഡ്വക്കേറ്റ് കിരപ്പങ്കോട് സജിത്, ഇന്നത്തെ പ്രോഗ്രാമിന്റെ കോമ്പയർ ശ്രീമതി റൊക്സാന എന്നിവർക്കും സ്വാഗതം. അതുപോലെ ലോ ട്രസ്റ്റിന്റെ ശ്രീമതി സോഫിയ അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ലോ ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയ നിങ്ങൾ ഏവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരാൾക്ക് സ്വാഗതം പറയാൻ വിട്ടുപോയി. അത് മറ്റാരുമല്ല, നിങ്ങളുടെ അധ്യാപകൻ ശ്രീ സന്തോഷ് കുമാർ സാർ. സന്തോഷ് കുമാർ സാർ നമുക്ക് വളരെയധികം പിന്തുണയും നൽകുന്നത് കൊണ്ടാണ് ഈ സംഘടന ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒരു അധ്യാപകൻ എന്നതിലുപരിയായി ഒരു സുഹൃത്തിനെ പോലെ, ഒരു കൂടപ്പിറപ്പിനെ പോലെ, ഒരു കുടുംബാംഗത്തെ പോലെ നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും മുൻനിരയിൽ പ്രവർത്തിക്കുന്ന സന്തോഷ് സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എല്ലാമായ ശ്രീ സന്തോഷ് കുമാർ, സമീന ശ്രീ രാജപ്പൻ നായർ, അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ, ശ്രീ ബിജോയ് എസ് MS, ശ്രീ രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ, സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് ബാലി രവീന്ദ്രൻ, സോഫിയ, എൻ്റെ മുന്നിലിരിക്കുന്ന മറ്റ് കോടതികളിൽ നിന്നും എത്തിയിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാരെ, അഭിഭാഷകരെ, മുതിർന്നവരെ, സഹോദരി സഹോദരന്മാരെ, സമൂഹത്തിൻ്റെ പാരതന്ത്ര്യത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്ത് സുപ്രീം കോടതി വരെ എത്തി ഭാരത സ്ത്രീകളുടെ അഭിമാനം വാനോളം ഉയർത്തിയ കുമാരി ഫാത്തിമ ബീവിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇന്ന് ദേശീയ നിയമ ദിനമാണ്, ഭരണഘടന ഉണ്ടാക്കിയ ദിവസമാണ്. അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ലോ ട്രസ്റ്റ് എന്ന സംഘടനയിൽ തുടക്കം മുതൽ അതിനെ അടുത്തറിയാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും അതിൻ്റെ പരിപാടികളിൽ, ഒന്നിലധികം പരിപാടികളിൽ ഇതിനു മുമ്പ് പങ്കെടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ശ്രീ സന്തോഷ് കുമാർ കൊളുത്തിയ ഒരു ചെറിയ ദീപം ഇന്ന് ഒരു പ്രഭാത സൂര്യനായി സമൂഹത്തിന് നിയമമേഖലയിൽ വെളിച്ചം പകർന്നുകൊണ്ട് നിൽക്കുന്നു. വാസ്തവത്തിൽ ഒരു ചെറിയ ട്രസ്റ്റിന് നിയമമേഖലയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പ്രത്യേകിച്ച് 4, 5 അല്ലെങ്കിൽ 10 പേരുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ചെയ്യാവുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ശ്രീ സന്തോഷ് കുമാറുമായിട്ട് ആ കാര്യം ചർച്ച ചെയ്തിട്ടുമുണ്ട്, ഏതെല്ലാം മേഖലകളിൽ ചെയ്യാൻ സാധിക്കും നമുക്ക് എന്നൊക്കെ. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെയെല്ലാം മറികടന്നുകൊണ്ട് രാഷ്ട്രീയ പ്രസക്തിയുള്ള വിഷയങ്ങൾ എടുത്ത് സെമിനാർ നടത്തുക എന്നുള്ളതാണ് ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത. അഭിഭാഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണോ ഈ പഠിപ്പിക്കുന്നത് എന്നുള്ളത് പ്രസക്തമല്ല. ലോ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലോ ട്രസ്റ്റ് പുതിയ നിയമങ്ങൾ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് തുടങ്ങിയ അതിനൂതനമായ നിയമങ്ങൾ, GST, ആ നിയമങ്ങളിലെല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നൂറുകണക്കിന് അഭിഭാഷകർക്ക് നിയമം പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകൾ നടത്തി എന്നുള്ളത് അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒരു പക്ഷേ ബാർ കൗൺസിൽ അല്ലാതെ ആ തരത്തിൽ അങ്ങനെ നടത്താറില്ല. ലോ ട്രസ്റ്റിന്റെ വളർച്ച അഭൂതപൂർവമാണ്. അത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു അയൽ സംസ്ഥാനത്തെ തമിഴ്നാട്ടിലെ ജില്ലാ ജഡ്ജി നിയമന പരീക്ഷ നടന്നു. ആ നിയമന പരീക്ഷയിൽ ഒരു ചോദ്യം കഴിഞ്ഞ വർഷത്തെ VR കൃഷ്ണയ്യർ അവാർഡ് ആർക്കായിരുന്നു കൊടുത്തത് എന്നാണ്. അപ്പൊ ലോ ട്രസ്റ്റിന്റെ ഒരു പ്രശസ്തി, ലോ ട്രസ്റ്റിന്റെ VR കൃഷ്ണയ്യർ അവാർഡിന്റെ പ്രസക്തി ഇന്ന് നമ്മുടെ സെമിനാറിന്റെ വിഷയം മറ്റൊന്നാണ്. VR കൃഷ്ണയ്യർ ഓൺ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്. VR കൃഷ്ണയ്യർ ഓൺ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് എന്ന ഒരു 4 അക്ഷരങ്ങളിൽ ഒരു വിഷയം പറയുമ്പോൾ അതിന് വിവിധ ഭാവങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. VR കൃഷ്ണയ്യരുടെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ആണോ പറയുന്നത്? സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും എന്നും സഹതാപപൂർവവും സഹാനുഭൂതിയോടു കൂടിയുമുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലം മുതൽ അദ്ദേഹം എടുത്തിരുന്നു. അതുകൊണ്ട് ഗാന്ധിസത്തിൽ വിശ്വസിക്കുമ്പോൾ പോലും അദ്ദേഹം കോടതികളിൽ വളരെ ചെറിയ കാലത്ത് തന്നെ നിരവധി കേസുകൾ ഏൽപ്പിക്കപ്പെടുന്ന ഒരു പ്രഗത്ഭനായി മാറി. അദ്ദേഹത്തിന്റെ അച്ഛനും വക്കീലായിരുന്നു. ഒരു 10-30 വയസ്സൊക്കെ ആയപ്പോൾ തലശ്ശേരി ബാറിലെ ഒരു പ്രോമിനന്റ് ലോയറായി മാറി. അന്നത്തെ ഡിസ്ട്രിക്ട് ജഡ്ജ് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഗവൺമെന്റ് ലീഡർ ആവണം, പബ്ലിക് പ്രോസിക്യൂട്ടർ ആവണം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡർ ആകുക, പബ്ലിക് പ്രോസിക്യൂട്ടർ ആകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമ്മുടെ ഇവിടെയൊക്കെ അഡ്വക്കേറ്റ് ജനറൽ ആകുന്ന പോലെയുള്ള ഒരു അത്ര വലിയൊരു കാര്യമാണ്. അതൊരു 60 വയസ്സിനപ്പുറമുള്ള സീനിയർമാർക്ക് മാത്രമേ അത് കൊടുക്കാറുള്ളൂ ആ കാലഘട്ടത്തിൽ. ആ പദവിക്കാണ് 30 വയസ്സുള്ള VR കൃഷ്ണയ്യരെ ക്ഷണിച്ചത്. അദ്ദേഹം അന്ന് പല ഗവൺമെന്റ് കമ്മിറ്റികളിൽ, പ്രിസൺ ജയിലുകളെ സംബന്ധിച്ചുള്ള റിഫോംസ് കമ്മിറ്റി, അതിലെല്ലാം അദ്ദേഹം അംഗമായിരുന്നു. അത്ര പ്രസക്തനായിരുന്നു. പക്ഷെ അതോടൊപ്പം സാധാരണക്കാർക്ക് വേണ്ടി പടപൊരുതാൻ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളിൽ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു. ഒരിക്കൽ
അദ്ദേഹം കൽക്കട്ട തീസിസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൽക്കട്ട തീസിസ് വന്നപ്പോൾ അധികാരം സായുധ വിപ്ലവത്തിലൂടെയോ ഏത് മാർഗവും അധികാരം പിടിച്ചടക്കാനുള്ള ഒരു പ്രമേയം പാസ്സാക്കിയപ്പോൾ ദൂരമായിരുന്നില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നില്ല, അത് മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം കോടതികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കും എ കെ ഗോപാലിനും വേണ്ടിയൊക്കെ ഹാജരായി ശക്തിയുക്തം വാദിച്ചപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊരു മുദ്ര കുത്തപ്പെട്ടു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ അരുണാചലം, അദ്ദേഹം കൃഷ്ണയ്യരെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിപ്പിച്ചു. നാളെ രാവിലെ എനിക്ക് 10 മണിക്ക് കാണണം. എന്തിനാണോ ഈ 10 മണിക്ക് എന്നെ വിളിക്കുന്നത് കളക്ടർ? അദ്ദേഹം രാവിലെ 10 മണിക്ക് കളക്ടറെ കാണാൻ പോയി. ഇരുന്ന പാടെ ഒരു ചോദ്യം ചോദിച്ചു, താൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ? കൃഷ്ണയ്യർ പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി കേസ് വാദിക്കാറുണ്ട്, ഞാൻ ഇടതുപക്ഷ മനോഭാവമുള്ള ആളാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയും അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയും ചൂഷണം ചെയ്യപ്പെടുത്തുന്നവർക്ക് വേണ്ടിയും പോലീസിന്റെ അതിക്രമങ്ങൾക്ക് ഇരയാവുന്നതിന് വേണ്ടിയും കോടതിയിൽ ശക്തിയുക്തം വാദിക്കുന്ന വക്കീലാണ്, പക്ഷെ ഞാൻ പാർട്ടി മെമ്പറല്ല. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കോടതിയിൽ കക്ഷികൾക്ക് വേണ്ടി കേസ് വാദിക്കുക എന്നുള്ളതിനപ്പുറം ഒരു പാർട്ടി പരിപാടികളിലോ സായുധ വിപ്ലവത്തിനോ അല്ലെങ്കിൽ അതിന്റെ പ്രചരണത്തിനോ ആയിട്ട് യാതൊന്നും നടത്തിയില്ല. പക്ഷേ നിരപരാധിയായ എന്റെ ജയിലിൽ 30 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. അവസാനം അദ്ദേഹത്തിന്റെ അച്ഛൻ മദ്രാസിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ടു. അന്ന് മലബാറിന്റെ ഭാഗമാണ്. മദ്രാസിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചു. അന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തൊഴിലാളികളുടെ കേസുകൾ വാദിച്ച് തൊഴിലാളികളെ ജാമ്യത്തിലിറക്കി നേതൃത്വം കൊടുക്കുന്നത് ഈ കൃഷ്ണയ്യരെ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് ഭൂപ്രഭുക്കൾക്ക് മനസ്സിലായി. അവര് ഈ അരുണാചലം എന്ന IAS വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. പാർട്ടി സിമ്പലിലായിരുന്നില്ല ജയിച്ചത്, അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ജയിൽ വകുപ്പ് ചോദിച്ചു വാങ്ങിച്ചു. എന്നിട്ട് ജയിലില് ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തി. ജയിൽ റിഫോംസ് കൊണ്ടുവന്നു. ജയിൽ സെല്ലുകളിൽ വായു കയറണം, വെളിച്ചം കയറണം എന്നുള്ള ആ തരത്തിലായിരിക്കണം സെല്ലുകൾ ഉണ്ടാക്കേണ്ടത് തുടങ്ങിയ മാനദണ്ഡങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്താണ് നിശ്ചയിച്ചത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ. അതിനുശേഷം സുനിൽ ബാത്ര കേസിൽ അദ്ദേഹം സുപ്രീം കോടതി അതിനുശേഷം സുനിൽ ബാത്ര കേസിലും ഇതേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉണ്ടായ കാര്യങ്ങളാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, അദ്ദേഹം ഇടതുപക്ഷ ആദർശങ്ങൾ, പാവപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ, അധകൃതരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പ്രത്യയശാസ്ത്രം എന്താണോ അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നിൽക്കുമ്പോൾ പോലും പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഉള്ള അദ്ദേഹത്തിന്റെ സമരം വക്കീലായോ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ജീവിത അവസാനം വരെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റുകളും അദ്ദേഹത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്നും ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ചപ്പാടാണ്. സ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആണ്. ജുഡീഷ്യറി ഭരണകൂടത്തിന്റെ 3 തൂണുകളിൽ ഒന്നാണ്. പക്ഷെ ഈ തൂണിന്റെ പ്രധാന കർത്തവ്യം ഭരണകൂടത്തെ, എക്സിക്യൂട്ടീവ് ആണെങ്കിലും ലെജിസ്ലേച്ചർ ആണെങ്കിലും ഭരണഘടന പറയുന്ന അതിർവരമ്പുകൾക്കുള്ളിൽ നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഭരണഘടനയെ ലംഘിക്കാൻ ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനെയും സമ്മതിക്കാതിരിക്കുക, ആ തരത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്. ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ പറയാൻ പഠിച്ച് യോഗ്യരായി വന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രാവിലെ എനിക്ക് ഡോക്ടർസിൻ്റെയും ഈ പരിപാടിയിൽ നിയമദിനത്തിൻ്റെ ഈ സുദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നഗരേഷ്, ഏകമാസാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ സംബന്ധിച്ച് വളരെ മനോഹരമായി, ഹ്രസ്വമായി ഒരു ഔട്ട്ലൈൻ ഇന്നത്തെ ഈ സെമിനാർ ആരംഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് നഗരേഷ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ലോ ട്രസ്റ്റ് ഇവിടെ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതും
നമ്മുടെ നഗരേഷ് സാറാണ് എന്നിവിടെ പറയുകയുണ്ടായി. ഐശ്വര്യമുള്ള ഒരു കൈയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ തോതിലുള്ള നിയമരംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ ഈ ലോ ട്രസ്റ്റിന് കഴിയുമായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, എന്താണ് ഈ ലോ ട്രസ്റ്റിനെ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് പ്രവർത്തനങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ എന്ന് ആരംഭത്തിൽ പ്രതീക്ഷിച്ചെങ്കിലും അതിനെല്ലാം ഉപരിയായി വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലീഗൽ അവയർനെസ് പ്രോഗ്രാംസ് സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ഏറ്റവും നല്ല, ഇവിടെ പറഞ്ഞതുപോലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾക്കാണ് അത്തരം അവാർഡുകൾ നൽകുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ SP ഗുപ്ത, അതിന് മുമ്പത്തെ വർഷം കേശവാനന്ദ ഭാരതി സ്വാമികൾ, അതിന് മുമ്പത്തെ വർഷം ജസ്റ്റിസ് കുര്യൻ ജോസഫ്, അതിന് മുമ്പ് ജസ്റ്റിസ് മിസ്റ്റർ ശ്രീ VS അച്യുതാനന്ദൻ. ഇങ്ങനെ സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഈ വർഷം ഇന്ന് ഈ നിയമ ദിവസത്തിൽ ലോ ഡേയിൽ 2022 ലോ ട്രസ്റ്റിന്റെ സന്തോഷ് സാറ് ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലാണല്ലോ അതാണ്. ഞങ്ങൾ മിക്കവാറും കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ. ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതല്ല, സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവർക്ക് തിരുവനന്തപുരത്തിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ നല്ല സമർത്ഥമായി, നല്ല വിജ്ഞാനപ്രദമായി അദ്ദേഹം നൽകി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കേരള ബാർ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെ സജീവമാണ്. ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ കോവിഡ് കാലത്ത് എൻറോൾമെന്റ് നടത്താൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ച് പാസ്സായി ഡിഗ്രിയും സമ്പാദിച്ചിട്ട് എൻറോൾ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അന്ന് എൻറോൾമെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിരുന്ന സന്തോഷ് സാറിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ എൻറോൾമെന്റ് കേരളത്തിൽ നടപ്പിലാക്കിയത്. അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിലിരുന്ന്, ഞങ്ങൾ ബാർ കൗൺസിലിരുന്ന് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ, കാരണം ക്ലാസ്സിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമ്മുടെ ഇന്ന് അവാർഡ് കൊടുക്കുന്ന ശ്രീ ഉമ്മൻ ചാണ്ടി, അദ്ദേഹത്തെ കുറിച്ച് കേരളത്തിലെ അഭിഭാഷകർക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെൽഫെയർ എന്ന് പറയുന്നത് നമ്മുടെ അഡ്വക്കേറ്റ്സ് വെൽഫെയർ ഫണ്ടാണ്. അഡ്വക്കേറ്റ്സ് വെൽഫെയർ ഫണ്ട് അന്ന് നഗരേഷ് സാർ നമ്മുടെ ബാർ കൗൺസിൽ മെമ്പറാണ്. 5 ലക്ഷം എന്നുള്ളത് 10 ലക്ഷമായിട്ട് ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നു, റിട്ടയർമെന്റ് ബെനിഫിറ്റ്. അപ്പോൾ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് പരിശോധിച്ചപ്പോൾ ഒരു വിധത്തിലും ഇത് കൂട്ടിയോജിക്കുന്നില്ല. വരുമാനവും അതുപോലെ തന്നെ ചെലവും കൂട്ടിയോജിക്കുന്നില്ല. അപ്പം എന്താണ് ഇതിന്റെ ഫണ്ട് വലുതാക്കാൻ, വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ കണ്ടെത്തിയത് നമ്മുടെ ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് എന്ന് പറയുന്ന സെക്ഷൻ 76 ഓഫ് ദി കേരള കോർട്ട് ഫീസ് ആൻഡ് സൂപ്പർവാലുവേഷൻ ആക്ടിലെ പ്രൊവിഷൻ, ആ പ്രൊവിഷൻ ചെറിയൊരു തുക നമുക്ക് വെൽഫെയർ ഫണ്ടിലേക്ക് എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചാൽ, അത് ചെറിയ പെറ്റീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പീൽസ് ഒക്കെ മാത്രമേ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫീസ്. അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ച് അതും 0.5% കിട്ടിക്കൊണ്ടിരുന്നത്. അത് സിവിൽ സൂട്ടുകളിലേക്കും സിവിൽ അപ്പീലുകളിലേക്കും MACT പോലുള്ള ഒറിജിനൽ പെറ്റീഷൻസിലേക്കും എല്ലാം വ്യാപിപ്പിച്ചാൽ, അതൊരു 1% ആയിട്ട് വർദ്ധിപ്പിച്ച് വ്യാപിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഇതിനൊരു ഫണ്ട്, നല്ലൊരു ഫണ്ട് നമുക്ക് എല്ലാ വർഷവും ലഭിക്കും എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടി. അതനുസരിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻ ചാണ്ടിയെ ഞാനും അന്നത്തെ ലോ സെക്രട്ടറിയും അന്നത്തെ ബാർ കൗൺസിലിന്റെ സെക്രട്ടറി സന്തോഷ് സാറുകളും കൂടി ഒരു ദിവസം രാവിലെ 5 മണിക്ക്, രാവിലെ നേരം എടുക്കുന്നതിന് മുമ്പ് 5 മണിക്ക് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിൽ, മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചെന്ന് അദ്ദേഹം ഒന്ന് അടുക്കളയിൽ
ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ പുതുപ്പള്ളിക്കാരുടെ ലോക്കൽ ഫോൺ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയോട് പോയി ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞങ്ങളുടെ വെൽഫെയർ ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് മാത്രമേ മാർഗമുള്ളൂ. അദ്ദേഹം പറഞ്ഞു അതിനുള്ള നടപടി നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആ ബഡ്ജറ്റിൽ ഫിനാൻസ് ബില്ലിൽ തന്നെ ചേർത്ത് സിവിൽ സൂട്ടുകൾക്കും അപ്പീൽസിനും എല്ലാ മേഖലകളിലും അങ്ങനെയുള്ള മേഖലകളിലേക്കെല്ലാം 1% അഡീഷണൽ കോർട്ട് ഫീ ചുമത്താനുള്ള ബിൽ പാസ്സാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഈ ചെറിയ തോതിലുണ്ടായിരുന്ന ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് വ്യാപ്തി വർദ്ധിപ്പിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഒരു വർഷം ഒരു 10-നും 15-നും കോടി രൂപയ്ക്ക് അടുത്തുള്ള എമൗണ്ട്, ഇടയ്ക്കുള്ള എമൗണ്ട് ആ ലീഗൽ ബെനിഫിറ്റ് ഫണ്ടിലേക്ക്, അല്ല നമ്മുടെ വെൽഫെയർ ഫണ്ടിലേക്ക്, അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. Honorable Mr. Justice Nagaresh, വേദിയിലും സദസ്സിലുമുള്ള ഗണ്യരായ സുഹൃത്തുക്കളെ, നിയമ വിദ്യാർത്ഥികളെ, അഭിഭാഷകർ, ചെറിയൊരു ചിന്താക്കുഴപ്പം ഉണ്ടാകുന്ന വിഷയമാണ് ജസ്റ്റിസ് KRISHNA ഓൺ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്സ്. ആ വിഷയത്തെക്കുറിച്ച് നമ്മുടെ യുവതലമുറ, അഭിഭാഷകരും വിദ്യാർത്ഥികളും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്നൊരവസരമാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ ജസ്റ്റിസ് നഗരേഷ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ വളരെ അർത്ഥവത്തായ ഒരു സംഭാഷണം ഉണ്ടായി. ഈ വിഷയത്തിൻ്റെ പല തലങ്ങളെക്കുറിച്ച് സ്പർശിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഒരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. പക്ഷെ അതിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ന്യായാധിപന്റെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ കമ്മിറ്റ്മെന്റ് ഭരണഘടനയോടായിരിക്കും, സർക്കാരിനോടാകരുത്, ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടാകരുത്. ഇതിനോടെല്ലാം പൂർണ്ണ യോജിപ്പാണ്. പക്ഷേ ഭരണഘടനയോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭരണഘടനയെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരവസരത്തിൽ അമേരിക്കയിലെ ഒരു സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹത്തോട് ഭരണഘടനയെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്ത്യയെ പോലുള്ള ഒരു ഗവൺമെന്റ് രാജ്യത്ത് ഭരണഘടന എന്ത് എന്ന് നിർണ്ണയിക്കുന്നത് ജഡ്ജിമാരാണ്. ജഡ്ജിമാരെന്ത് പറയുന്നത് അത് തന്നെയാണ് ഭരണഘടന. കഴിഞ്ഞപ്പോൾ മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാം, പക്ഷേ അടിസ്ഥാന ഘടന മാറ്റരുത്, ബേസിക് സ്ട്രക്ചറിന് കൂട്ടം ചേർത്തത്. അപ്പൊ അതെ ഭരണഘടന, അതെ ആ ഭരണഘടനയാണോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ അനുച്ഛേദം 21 എല്ലാവർക്കും പരിചയമുള്ള പ്രൊവിഷനാണ്. No person shall be deprived of his life or personal liberty except according to procedure established. വളരെ ലളിതമായ പദപ്രയോഗങ്ങളിലൂടെ പൗരന്റെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിന് സംരക്ഷണം നൽകുന്ന ഒരു മൗലികാവകാശങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഭരണഘടന വ്യവസ്ഥയാണ് ഈ അനുച്ഛേദം 21. പക്ഷേ നിയമ വിദ്യാർത്ഥികളും ന്യായാധിപനൊക്കെ അടങ്ങുന്ന ഈ സദസ്സിൽ ഞാൻ ശരിയിരിക്കേണ്ടായിരിക്കും. 1950 ഭരണഘടന നിലയിൽ വരുമ്പോഴുള്ള 21 അനുച്ഛേദമാണോ 2023 21 അനുച്ഛേദം? അത് വളരെ വലിയ രീതിയിൽ, ഒരുപക്ഷെ അന്നൊന്നും ആരും ചിന്തിക്കാത്ത രീതിയിൽ, ഭാവനയിൽ കാണാത്ത രീതിയിൽ അത് മാറി.
ഭേദഗതിയിലൂടെയല്ല, ഒരു ഭേദഗതി വന്നിട്ടില്ല. ഒരു തരത്തിൽ വിധി എഴുതുന്നു, അതിനോട് വിയോജിച്ചുകൊണ്ട് വേറെ ചില ന്യായാധിപൻ വിധി എഴുതുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം. ഭരണഘടന എന്ന പൊളിറ്റിക്കൽ ഡോക്യുമെന്റിനെ, രാഷ്ട്രീയ രേഖയെ മനസ്സിലാക്കുന്നതിൽ, വ്യാഖ്യാനിക്കുന്നതിൽ ഓരോ ന്യായാധിപനും അദ്ദേഹത്തിൻ്റെതായ വീക്ഷണമുണ്ട്. അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. അതിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ വീക്ഷണത്തോടു കൂടി തന്നെ ഭരണഘടനയെ വ്യാഖ്യാനിച്ച് ന്യായാധിപനായിരുന്നു ജസ്റ്റിസ് വി.ആർ. കൃഷ്ണൻ. ഈ കഴിഞ്ഞ ദിവസം ഹാർവേഡ് ലോ സ്കൂളിൽ ഇന്ത്യയിലെ ജുഡീഷ്യൽ പ്രോസസ്സിനെ കുറിച്ച് നമ്മുടെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ് അദ്ദേഹം അവിടുത്തെ വിദ്യാർത്ഥികളും പ്രൊഫസർമാരും അടങ്ങിയുള്ള സദസ്സിനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ വന്ന വിഷയം ഈ രാഷ്ട്രീയ പ്രതിബദ്ധതകളായിരുന്നു. അപ്പോൾ ചന്ദ്രയോട് പറഞ്ഞു, അതായത് ചൂണ്ടിക്കാണിച്ച ഉദാഹരണം വി.ആർ. കൃഷ്ണയുടെ ഉദാഹരണമാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിൽ വ്യക്തമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള, രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള, വീക്ഷണങ്ങളുള്ള ഒരാളെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ ജഡ്ജിയായി നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണം ഭരണഘടനയുടെ വ്യാഖ്യാനം പ്രത്യേക തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ സഹായകരമായിരുന്നു. ഇത് മാത്രമല്ല, വി.ആർ. കൃഷ്ണനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കുന്ന വിവരം പ്രഖ്യാപിച്ചപ്പോൾ അന്ന് സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രമുഖ അഭിഭാഷകരായ ശ്രീ സ്വരാബ്ജി, കലി നരിമാൻ ഉൾപ്പെടെയുള്ള സീനിയർ അഭിഭാഷകർ അതിൽ പ്രതിഷേധം രേഖപ്പെട്ടു. അദ്ദേഹത്തെ ജഡ്ജിയായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് വരെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ അഭിഭാഷകർ എന്ന നിലയിൽ ഹാജരാകുന്നതല്ല എന്ന് കൂടി പ്രഖ്യാപിച്ചു. എന്നാൽ വളരെ രസകരമായ വസ്തുത, കൃഷ്ണയ്യർ സർവീസിൽ നിന്ന് വിരമിക്കുന്ന യാത്രയയപ്പ് യോഗത്തിൽ ഈ അഡ്വക്കേറ്റ് സോളി സ്വരാബ്ജിയും അഡ്വക്കേറ്റ് ഫലി നരിമാനും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പരസ്യമായിട്ട് അംഗീകരിച്ചു. ഞങ്ങൾക്ക് അബദ്ധം പറ്റി. മിസ്റ്റർ കൃഷ്ണയ്യർ നൽകിയ സംഭാവന അത് വേറെ ഏതെങ്കിലും ഒരു ജഡ്ജിയായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും. ഇന്ത്യയിലെന്നല്ല, ലോകത്തെവിടെയും ഒരു ന്യായാധിപൻ ഇത്രത്തോളം റാഡിക്കലായി പുരോഗമന വീക്ഷണത്തോടുകൂടി, വിപ്ലവകരമായ വീക്ഷണത്തോടുകൂടി ഭരണഘടന എന്ന് പറയുന്ന അടിസ്ഥാന നിയമത്തെ വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനം പിൽക്കാലത്ത് ജഡ്ജിമാരുടെ തലമുറകളെ തന്നെ സ്വാധീനിക്കുകയും ചെയ്തതെന്നുള്ളതാണ്. ആ സ്വാധീനം ഇനിയും നിലനിൽക്കും, ഉടനെ അവസാനിക്കാൻ പോകും. അപ്പോൾ ആ നിലയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അത് മനസ്സിലാക്കുന്നതിൽ പല ജഡ്ജിമാർ പരാജയപ്പെടുകയാണ്, ദയനീയമായി പരാജയപ്പെടുകയാണ്. അങ്ങനെ പരാജയപ്പെടുമ്പോഴാണ് കാലത്തിന് നിരക്കാത്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്ന സോഷ്യലിസ്റ്റ്, സോവറിൻ, സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ സങ്കല്പത്തോട് നീതി പുലർത്താനാവാതെ പലപ്പോഴും ഈ മൂല്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് വിധിന്യായങ്ങൾ നോക്കുക. ഇതൊക്കെ മൂല്യങ്ങളാണ്, വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ പല ജഡ്ജ്മെന്റിലും ഉപയോഗിക്കുന്ന വാക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. പല ഭരണഘടനയിലും വാല്യൂസ് ഇല്ല, സാങ്കേതികമായ ഒരു രേഖ മാത്രമാണ് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് it is a constitution which has embodied values. ആ വാല്യൂസ് മനസ്സിലാക്കാത്ത ന്യായാധിപരാണ് ഭരണഘടനയെ പുറകോട്ടിരിക്കുന്നത്, രാജ്യത്തെ പുറകോട്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടനാനുസൃതമായ പ്രയാണത്തെ ഒരു തരത്തിൽ നിന്നും മറ്റൊരു തരത്തിൽ തടസ്സപ്പെടുത്തും. ഈ കഴിഞ്ഞ ദിവസം വേറൊരു അനുസ്മരണം നടന്നു കൊച്ചി. അപ്പോൾ നമ്മുടെ ജസ്റ്റിസ് KM ജോസഫ്
കേരളത്തിൽ അഭിമാനിക്കാവുന്ന ഒരു ന്യായാധിപനാണ്. സുപ്രീം കോടതി ജഡ്ജ്, അദ്ദേഹത്തിന് പിതാവ് കെ മാത്യുവും വളരെ വലിയ സംഭാവന നൽകിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ കെ എം ജോസഫ് പറഞ്ഞത് കൃഷ്ണയർ അദ്ദേഹം പറഞ്ഞ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പല കാര്യങ്ങളോടും അതിരൂക്ഷമായി പ്രതികരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ സൈലന്റ്. അപ്പം ആ പ്രതികരിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ അതിനുള്ള ഒരു വിൽ പവർ ഇന്ന് കാണുന്നില്ല. പ്രത്യേകിച്ചും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജിയായ ഒരു വ്യക്തി ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സമൂഹം ശ്രദ്ധിക്കും. പക്ഷെ അവർ പറയാൻ തയ്യാറാവണം. അത് പറയാൻ തയ്യാറാകുന്ന പോലെ ആർജവമുള്ള ഒന്നിനെയും ഭയക്കാത്ത ഒരു സ്ഥാനത്തിന് പിന്നാലെ പോകാത്ത വ്യക്തികൾ നമുക്കുണ്ടാകണം, ന്യായാധിപരായിട്ടും ഉണ്ടാകണം. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ വിഷൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷൻ അല്ല എന്ന് ജസ്റ്റിസ് നഗരേഷ് പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. പക്ഷേ ചില മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വീക്ഷണം തന്നെയായി. ആ മൂല്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് ഭരണഘടന ഒരു ഓർഗാനിക് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് എന്നുള്ള നിലയിലുള്ള അതിൻ്റെ ആ കർമ്മം നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത്. അത് സംഭവിക്കാൻ പാടില്ല. അതിന് സഹായക രീതിയിലുള്ള ഇൻ്റലക്ച്വൽ ഇൻപുട്സ് നമ്മുടെ യുവ അഭിഭാഷകരും വിദ്യാർത്ഥികളുമൊക്കെ ഈ സെമിനാറിൽ നൽകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിക്കും. നമ്മൾ എത്ര പെട്ടെന്ന് സെമിനാറിലേക്ക് കടക്കാണ്. ടോപ്പിക് ഓൾറെഡി സംസാരിച്ച ആൾക്കാർ വളരെ വിശദമായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നവർക്ക് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ടൈം സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യും. ബിക്കോസ് ടൈം നമുക്ക് ലിമിറ്റ് ഉണ്ട്. ആൻഡ് ബി ഫെയർ ടു ദ സ്പീക്കേഴ്സ് ആഫ്റ്റർ യു. സോ ഞാൻ ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത് കൃഷ്ണപ്രസാദ് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ. Today I will be speaking on the topic that is Justice KRISHNA on political commitment. On this very important day of Law Day, I would like to start the talk with a quote by our own Mahatma Gandhi, who said that you must be the change you wish to see in the world. Now, this quote has a very high relevance in our context of political commitment because political commitments requires change. And this change must come from the political leaders who should have a change in the behavior and their decision making. Not only from the leaders, it must also come from the political commitments or can influence decision making. And I believe Justice KRISHNA was a person who fell into the third category of being able to influence policy decisions, being able to influence the leaders to make that political commitment. And he used judiciary as a very revered platform to do that. But very importantly, we should know how judiciary and the political commitment is related, because as Justice Nagaresh already had mentioned, that we should not take it in a wrong way, whether it is about political commitment or whether it's about committed judiciary. And that is where the role of judiciary assumes very high importance, because political commitment is about bringing ideals into actions. We have a lot of constitutional ideals, we must bring into actions. And Justice KRISHNA's approach is very important here. Judiciary's role in political commitment can be seen in the form of judicial activism, in the form of judicial review, in the form of entertaining bills and making the government and the leaders do the things. And it should always find a balance between a judiciary which is independent and at the same time making things done. Justice KRISHNA's approach is what is more important here, because he used political commitment as a means to achieve justice like distributive justice,
to achieve justice, which is also social justice. And that has been reflected through his cases. For example, he has given judgment in Olga Tellis, he has given judgment in Prem Shukla, and all those cases reflect how he used political commitment as a means to access justice. A very interesting case is that of Ratlam municipality, where Justice himself visited a municipality and he said that economic constraints cannot stop the government from providing sanitation to the people. So that is the way how he has done it. But it was not only a means to the commitment, he also used it as an ends. Political commitment was an ends in itself. And how did he use it as an ends in itself? His decisions, which aimed at liberalizing the idea with respect to the capital punishment. His decisions, which reformed the custodial torture. His decisions with respect to prison reforms all reflect a very wonderful idea how he used political commitment as an ends in itself. So that is the approach what kept Justice Krishna very different. He used it as a means to justice, and as well he used political commitment as an end without tarnishing the idea of judicial. Pioneer of judicial activism. He pioneered legal aid movement in the country. He was conferred with Padma Vibhushan in 1999. Krishna Iyer was born in a Tamil Brahmin family on 15 November 1915 in Vaithinadapuram village in Palakkad. His father was a lawyer named Rama Iyer and mother Mariyamma Oommen. He was educated at Basel Evangelical Mission High School, Talassery, Government College, Palakkad, and Ambedkar Government Law College, Chennai. He inherited from his father the qualities of taking an avid interest in the community around and using the law for the benefit of those more in need. He initiated legal aid to the poor, jail reforms incorporating the rights of prisoners, and set up more courts and rescue homes for women and children. He was political career. He was elected to the Malabar Legislative Assembly in 1952 and 1957 as a non-party independent candidate. He was supported by Communist Party of India. He was a minister in 1957 till 59 in the government led by Shankar holding the portfolios for home law, prison, electricity, irrigation, social welfare, and inland water. He got passed several labor and land reform laws. He resolved an interstate water dispute between Kerala and Tamil Nadu. When this government was dismissed by central government, he resumed legal practice in 1959. He lost the 1965 assembly elections. Judicial career. Mr. Iyer started his practice in 1938 in the chambers of his father. In 1948, he was imprisoned for a month for protesting the event by police for interrogation on a fabricated charge of giving legal assistance to the communists. He was appointed as a judge in 1968. He was the member of the Law Commission from 1971 to 73. He headed and associated with national and international organizations. He was a Pakistan versus State of Bihar, MC Mehta versus Union of India, ideological standpoint and policy advocates. He believed in correction and not retribution or vindication in dealing with prisoners. He, as a judge, was against death penalty in cases which were delayed and stood for the principle of priority of death penalty all through his career. According to him, the litigants are legal patients, a crusader for social justice and environment, and a doyen of civil liberties throughout his life. Let me conclude, he would remain as the only judge in India who is hailed by KRISHNA Vidamaha of Indian judiciary for a long time, and we can call him Mahatma of Indian judiciary, though he left us. 15 to a lawyer father Ramayana and Mariyamma. After graduating in law from Dr. Ambedkar Government College, Chennai, he started practicing in his father's chamber in KRISHNA. In 1948, he was imprisoned for a month on a fabricated charge of giving legal aid to communists. In 1952, he won election to the Madras Legislative Assembly, and after the reorganization of the state, he soon also became a member of the Kerala Legislative Assembly. Subsequently, he was appointed as a Minister of Law and Social Welfare in the first communist ministry led by
EMS Namboodiripad. During his tenure as minister, he initiated provision for legal aid to poor, incorporated rights of prisoners, established more courts, and set up rescue homes for women and children. After the communist ministry was dismissed by the central government in 1959, he resumed legal practice. In 1968, KRISHNA IYER was appointed as a judge of High Court. In 1973, he was elevated as judge of Supreme Court. In spite of protests raised by the Bombay Bar Association, referring to IYER's political antecedents and for holding a berth in the communist ministry. On the very first day, in a criminal appeal case seeking for a nominal sentence, Justice V.R.K. Kevi's observation, sentence was a matter of discretion of the court, and once that discretion has been applied by a lower court, there was little scope for the appellate court to interfere with the sentence. After this observation, the argument ended in few minutes. Of course, later in his career, Justice V.R.K. did interfere with the sentences in several cases, but only for reasons which he believed to be sound. As a judge, it was observed that he was predictably unpredictable. To quote an example, a special leave petition along with a state petition was filed in the Supreme Court by a state government officer who was removed from service, praying for an opportunity to present his case. Though it was argued by the respondents that it is not a live case, it is not a fit case under Article 136 for Supreme Court to interfere, Justice V.R.K. issued an order that the government servant should be treated as provisional and be given one more opportunity to present his case. Thereafter, government should take a decision. Both sides reconciled and were happy at the decision. Another example of Justice IYER's balancing fees is the case of Indira Gandhi versus Raj Narayan, argued by eminent lawyers Mr. N.A. Palkiwala for Mrs. Gandhi and Mr. Shanti Bhushan for Raj Narayan. In this case, Justice V.R.K. held that Mrs. Gandhi could continue as Prime Minister subject to certain restrictions in their capacity as Member of Parliament. Both sides claimed that the judgment was in their favor. Before I conclude, let me quote some concepts of his speech dated September 14, 2003 in connection with the 4th Hakim Abdul Hamid Memorial Lecture. Amidst other things, he spoke about Uniform Civil Code, which is very relevant now. In the Shabana Begum case, the Supreme Court had expressed displeasure in the delay in framing a Uniform Civil Code, which was regarded as a secular imperative. But national unity is not in peril by the absence of such a code, nor does the enactment of such a code eliminate religious fumes and divisive feelings. In Las Vegas, USA, a divorce can be purchased at a price almost instantly in chapels. Is that progressive? There are countries where living together is legally recognized with the rights ensuing the partners. Does that comport with Indian morality? The first step has to be taken is to introduce progressive changes in Muslim law, Christian law, Parsi law and Hindu law, keeping their identity intact. This is perfectly possible. Value-based progressive changes, preserving the separate identity of each religious group, is feasible project, avoiding insult and injury to any minority. His unfailing courtesy to the council, senior and junior alike, and his spontaneous and unreserved appreciation of the assistance received endeared him to the bar. There is no wonder Justice KRISHNA IYER is hailed as the Bishop of Now. It is only because his commitment to humanity. Thank you. Thank you, Susan. Ladies and gentlemen, esteemed participants and honored judges, myself Swati T.S. presenting the paper titled The Unwavering Vision, the Justice KRISHNA IYER's Call on Political Commitment. It's an honor to stand before you today to discuss the profound legacy of the judicial luminary, Justice V.R. KRISHNA IYER. We all know that he was a visionary who believed in the transformative power of law to bring about positive change in the society. So what exactly is this political commitment? To be politically committed means
care about the public good and to seek good at it. In the legal realm, it ensures that law is not just in static equilibrium. It is a living instrument that actively changes according to the time. So we can see that several judgments stands out as a testament for this unwavering dedication to political justice. So this Krishna Iyer's view on political commitment is aligned with many broader philosophy of justice as a tool of transformation. And he believed that the political leaders and institutions must be dedicated to uphold the right of the marginalized, downtrodden and the oppressed class. And the legal system should be very well equipped to address these grievances. Even in his writings, he often emphasized the importance of political leaders and the government being committed to the principles of equality, justice and personal liberty. So he saw judiciary as a chief point to address the executive and legislative branches of the government, ensuring that they will act in accordance with the principles of justice. So in his book, Legally Speaking, he has mentioned that to transform the Supreme Court of India to Supreme Court for Indians was a major challenge that he suffered. The major principle that Justice Krishna Iyer always adored is the Fabian socialism. What is Fabian socialism? It is the advancing the principles of social democracy or democratic socialism via gradualist or reformist efforts rather than by any kind of revolutionary mechanism or rebellism. So in moving to some judgments, in the year 1976, the case called Mumbai Kamagar Sabha versus Abdul Thai, where Justice Krishna Iyer liberated some rules of locus standi. In other case, Maneka Gandhi versus Union of India 1978, he emphasized the need of political commitment under fundamental rights. Then in another case, Nandini Satpathy versus P.R. Dani in the year 1978 is a classic example of section 161 of CRPC, where right to silence was carved. Another famous case of Gopalajari versus State of Kerala. It was a case of a famous thief named Thief Gopalan. He was a habitual offender, and at the age of 71, he was a homeless and he was sleeping in veranda. And the police illegally detained him for 10 days. So in this particular case, Justice Krishna Iyer said that today to be poor is not a crime in this country. Then in another case, Husaina Rathod versus State of Bihar 1983, as already our earlier presenter has mentioned, ensuring justice for all is the concept that is derived in it. Then like in Sunil Batra also, the Justice Krishna Iyer created a new aspect that the judges should not only sit in the courtroom but should also see to the grounds and they should develop the laws. So from all these judgments, we could see a humane elements in his judgment because he always believed in the compassionate spirit of our Indian Constitution. That is why Justice Narasimhan, in his book, he said that Krishna Iyer is the Chief Justice of People's Court. And so to speak about his lasting impact of his work, his judgment laid the foundation for many legal precedents. He advocated for human dignity. He played a pivotal role in using public interest litigation as a legal mechanism. And also his judgments laid the groundwork for social welfare jurisprudence. So to conclude, I would like to say that his legacy endures not only in legal circles but in the very fabric of Indian legal system as well as in Indian social justice system, which is very well evident in this room. And that is why F.S. Nariman has rightly said, when Krishna Iyer speaks, the nation listens. And I hope that let us be able to carry forward the timeless legacy that Justice Krishna Iyer has, Justice Vaidyanathapuram Ramakrishna Iyer has passed on to us. Thank you. These are not my words, but the words of eminent Professor Ubendra Bakshi. In a similar note, Advocate Dushyant Dave has remembered Justice V.R. Krishna Iyer as one of the greatest sons of India, and a legend, a phenomenon, a one-man army against injustices, and the upholder of all just causes, and above all, a great humanist. Good morning, respected dignitaries, all of the dice,
advocates, law students, and my dear friends. I feel indeed honored and privileged to speak about a legal luminary, Justice V.R. KRISHNA Iyer, whose political commitment is unparalleled. And it gives me immense delight to present my paper titled Justice V.R. KRISHNA Iyer, a beacon of judicial activism and political commitment. Acknowledging the very fact that even a book cannot fully contain the reforms that Justice V.R. KRISHNA Iyer has brought about. Each of his judgments are distinct materials of study which in itself provides a premise for further research. Nevertheless, I've tried to provide an overview of the political commitment, of the kind of political commitment that Justice V.R. KRISHNA Iyer has showcased. It could be rightly said, Justice Iyer transitioned from politics to law and then to judicial expression in his judicial philosophy. He sought to interpret the law in a manner that promoted justice, equality, and human dignity. And the next chapter of my paper deals with judicial activism because no paper about Justice V.R. KRISHNA Iyer will be complete without analyzing the role of Justice V.R. KRISHNA Iyer in the Constitution. Justice KRISHNA Iyer has expansively interpreted Article 21 of the Constitution, especially in the case of Maneka Gandhi was aware that all these judgments which I have referred to cannot be even the tip of an iceberg of judgments that Justice V.R. KRISHNA Iyer has delivered. And coming to the next chapter, which is the democracy and social justice, the role of Justice KRISHNA Iyer in democracy and social justice. He believed that the true test of democracy was its ability to deliver so very him, nor the ears condemn. At the going down of the sun and in the morning, we shall remember him. Thank you. But nowadays, we have to analyze that whether law helps the people to protect them. The reason IYER case makes us to think that whether we are secure in our society. The security, liberty and life of an individual in public domain is under threat. So thereby we need a committed judiciary, parliament and an executive for the welfare of the people. When we take upon the political commitment of Justice V.R. KRISHNA Iyer, we have to analyze the commitment which have been done through the judicial works. When we took up the trajectory of the judiciary, we can see that after the independence there is a submissive judiciary. Thereby we can see that judicial activism which has been led by Justice P.M. Bhagavati and Justice V.R. KRISHNA Iyer. They evolved a unique jurisprudence which is even now applicable. Even now the judges in the High Court and Supreme Courts are applying their jurisprudence through their judgments. Thereby we can analyze, when we analyze Sunil Batra to the Delhi administration, through when a letter card posted by a prisoner, he took a public interest litigation. He led a prison reform. In the case he said that he declared, Justice KRISHNA Iyer declared that the technicalities and legal necessities shall not be an impediment in entertaining informal communication in exercising the habeas corpus. He said that karma must be a component in jail justice. When we analyzing his political commitment, we must analyze his social commitment. His social commitment can be analyzed easily through his opinion and his viewpoint upon the death penalty as well as his matters in allowing bail. When we are analyzing death penalty, Justice V.R. KRISHNA is always against allowing the death penalty. He always viewing that a reformative theory and the reformation must be a unique concept, his unique concept. He said that death sentence must be imposed by considering the facts of age, gender, his background of the prisoner, his education, his political background, his family background, and the reason why he committed a criminal act. In his decision in Rajendra Prasad versus State of UP, Justice KRISHNA Iyer says that the death penalty is a violation of Article 14, 19 and 21. He said that two things must be imposed by allowing the death penalty. First, we have to state special reasons, and another, we have to impose death penalty only on extraordinary situations. Recently, the Supreme Court, by a bench led by Honorable Justice U. Lalit in Irfan versus State of Madhya Pradesh, the court reiterated this judgment, which states that in mitigating circumstances, death sentence has to be imposed.
By imposing a death penalty, a judge should satisfy that whether the incriminating circumstances of a prisoner or the mitigating circumstances of a prisoner, which gives more value. Yes. And also in his bail matter, in Gudikatti Narasimhalu, he said that a crowd is cryptic on this topic, and yet the issue is one of liberty, justice, public safety and burden of the public treasury. He always also included that while giving a bail, he proposed the philosophy of bail, not jail. In the Gudikatti Narasimhalu, he proposed the philosophy bail and not jail is still also inapplicable. Let me conclude that his observation in Jolly George versus Bank of Kochi. In the judgment, he said that ദരിദ്ര നാരായണന്മാരുള്ള ഈ രാജ്യത്ത് ദരിദ്രനായി ജനിച്ചത് കുറ്റമല്ല. അങ്ങനെ ഒരു കുറവുള്ളത് കൊണ്ട് അവരെ ഒരിക്കലും ഒരു സിവിൽ പ്രശ്നത്തിൽ പാർപ്പിക്കാൻ പാടില്ല. By making his observation that it is too obvious to need elaboration that to cast a person in prison because of being poor in the land of Dr. Narayana is no crime, and to recover that by the procedure of putting one in prison is too flagrantly is violation of Article 21. Thereby I am ending by quoting the words of Justice KRISHNA that the law bars the toll, but bites only the poor, the underprivileged, the powerless, the ignorant. I'd like to begin my presentation with an anonymous poem, which his lordship has quoted on many of his speeches. The law locks at both man and woman, who steals the goose from off the goose, but leaves the greater felon loose, who steals the common from off the goose. So, as you all know, Krishna was an enigma in the history of jurisprudence in free India. He would often bring the goddess of justice from the unapproachable heights and down to the level of an ordinary man, and could make her see the actual state of affairs and the situations in life. For about 7 decades, his unique personality remained like that of a sentinel to safeguard the lives of the people as that of a lawyer, then the representative of the people as a figure of justice, and as an untiring voice of the suppressed to defend the human rights. It was his father, Advocate Mariyamma Oommen, brought him towards the path of righteousness, and it was his mother, Nagaresh, who taught him to love the poor and the helpless. During his studies, he was influenced by the works of Harold Lasky, which paved his way towards socialism, and he was a great admirer of George Bernard Shaw and others. My entire paper is divided into 4 main areas. Number 1, Krishna's phase of life as that of a legislator. Then, his commitment towards social justice system. And number 3, his contribution towards human rights. And number 4, judicial activism and legal aid contribution of Krishna. So first, let's have a look at Krishna's phase of life as that of a legislator. So he was a prominent legislator and a committed social reformer throughout his entire political tenure. He held a wide range of portfolios and brought many revolutionary changes. An exemplary instance is that of the Kerala Land Reforms Act of 1963, which granted legal safeguards to the actual cultivators of the land. And as a law minister, he has highlighted from the outset of his career amassing a portfolio of over 700 judgments, each carrying presidential significance. So as we all know, in the case of Ratna municipality, in the year of 1980, Lordship has introduced the principles of polluter pays and distributed justice. And notably, he pioneered the shift for the judges to personally visit the locations in question rather than merely relying on the courtroom proceedings. In C.V. Muthamma's case, Krishna dropped through the glass ceiling with gender parity in traditional practices in public employment. Now moving on to his contributions in human rights, to reassess state responsibility, and during his tenure, the court entertains the petitions which have been filed by the public spirited persons with public interest, and by doing so, the superior courts have liberated themselves from the shackles of local standing and gave birth to the principles of public interest litigation and made the judicial process more participatory and democratic. As I conclude, initially people assumed that Krishna has came to the We Are KRISHNA Award Ceremony 2023. In this auspicious occasion, I am so delighted to share my thoughts about the topic. This is We Are KRISHNA on political commitment. Before I am going to my presentation, I would like to take your mind away to the great words of We Are KRISHNA. Society is guilty if anyone suffers unjustly. It is terrific to find out a man who has become the parts of all 3 pillars of democracy: legislature, executive, judiciary. But the exploration thereof ends up at a land situated in Revipuram, in which the legend rests in peace. That's Justice We Are KRISHNA. He is a role model to all lawyers and judicial officers, and his reputation extends to whole walks of life such as
politician, advocate, lawyer, companion of social justice, human rights activities, and above all, he is a revolutionary judge. Justice V.R. Krishna had been come up with the inkling of serving people like his mother and made his legal arena with uplifting backward along with father. He became the minister during 1957 and 1959 under the government of E.M.S. Namboodirippa and held various portfolios such as home, justice, law, prison. Actually, he enjoyed this period with the notion of advancing helpless and ignored citizen. That's why we can say that his real portfolio is social welfare. That's why Justice V.R. Narasimha remarked that Justice Iyer was also a very active citizen and a lawyer with a heart who would look at the difficulties of his client. Justice V.R. Krishna is a person who elaborated the constitutional values. He interpreted the legal provision in favor of common people. Is one of the outstanding legal qualities is that he made the judiciary accessible to all and to those freed out from the society. The elegance in performing in legal and political responsibilities simultaneously led the way for him for the having appointment of as a judge in Kerala High Court in 1968 and also in Supreme Court as well in 1973. Justice V.R. Krishna has pronounced about 700 verdicts, all of which keep elegance in maintaining social justice and trustworthy judicial system. In Indira Gandhi case, he is ordered that she can continue as a prime minister but without having the right to voting and remuneration. He is again the penalty and declared while doing that sentence, our culture is at stake, our karuna is threatened, our constitution is brought into contempt by cavalier indifference to the deep reverence for life, and is too precious offering a human sacrifice to propitiate the goddess of justice. He had been unlawfully arrested by the police and he believes from his personal experience that prisoners are being undergoing unfair condition. The judgment of Krishna always follow the sense of human dignity. He never allowed the mistreatment of law by the person keeping accused in the custody. In disposing the case, Prem Shankar Shukla versus Delhi administration, he observed that when they arrested my neighbor, I did not protest. When they arrested the man and woman in opposite the house, I did not protest. But finally, when they came for me, President of Thiruvananthapuram Bar Association, Advocate Aniyar, the learned Professor Dr. M.K. Jaykumar, retired Professor Vice Chancellor Nuals, the meticulous member of the Bar Council of Kerala, Advocate Joseph John, Dr. Bijoy M.S. Raj, Principal CSI Institute of Legal Studies, the illustrious patron of the Law Trust, Advocate Shahid Ahmad, the marvelous members of the Law Trust, elite invited guests, ladies and gentlemen, and my loving teacher, Shri Santosh sir. A warm good morning to one and all. What we do for our family will be remembered by a few members when you are alive. India, inter alia, envisages a just and an egalitarian social order premised on justice, social, economic basis of free access to justice with a view to alleviating sufferings of the little man and enabling him to live with dignity. Also littered and interview fundamental rights and directive principles with his inimitable jurisprudential, social and philosophical tenets dictated by his deep IYER's agenda. As a young lawyer, he had watched as an innocent man was clearly hanged for a crime he did not commit. Subsequent cases convinced him that the death penalty was barbarous and uncivilized. In Jagmohan versus the state of Uttar Pradesh in 1973, IYER sir had set out to undermine Uttar Pradesh. His colleagues, especially Justice P.S. Kailani's validity in Bachchan Singh versus the state of Punjab. Later, IYER was involved with his first major constitutional case where Shamsher Singh versus state of Punjab. In this section, as time lags, I would like to talk about the Indira Gandhi case. A new era began in Indian politics. More importantly,
He also handled the cases of habeas corpus, ADM Jabalpur versus Sultan Shukla. He was also the person who reconsidered Keshwaranga Bharati case and he also contested in constitutional offices. IYER remained a fervent advocate for the disenfranchised, discriminated against or treated unfair. His unfailing displayed great compassion for human suffering involved in it. His passing in the year December 2014 made us all poor. Still, we are fortunate that he inherited. Poor and underprivileged. He always remained as a human rights champion and a crusader for social justice. The most important turning point in his life was the arrest that happened to him in 1948. He was arrested on a fabricated charge giving legal assistance to communists. And that 30 days in prison was under condition of horror and terror. 30 years later, when he wrote the great judgment in Sunil Batra's case, he had flowing through his pen the acid experiences he had in Kannur Central Jail. All this suffering he underwent had its reward much later in 1957, when he became the Minister for Prison in Kerala. He transformed the prisons and invested dignity in the prisoners and gave them canteens and wages for labor and better opportunities for them. Above all, they all were treated with humanity, which of course became the basis of reformative criminal justice system in India. Later, he was appointed as the Judge of Kerala High Court in 1968 and he was the member of the Law Commission from 1971 to 1973. He was appointed as Supreme Court Judge in 1973. He played an important role in an era of judicial activism, for which our Indian judiciary is hailed throughout the world today. He earned fame and recognition for his fair judgments. He was thinker ahead of his time and wrote many landmark judgments. He continuously worked for advancing the backward classes throughout his judgment. According to him, the social and economic philosophy was embedded and approved by Constitution. After his judgment in the famous Indira Gandhi case, he was considered as the man who saved the Supreme Court from the supreme shame related to Indira Gandhi case. In that case, he proved that the game's rule or the law do not change however the mighty the person is. In another landmark case, Maneka Gandhi case, he expanded the interpretation of right to life and personal liberty, and most importantly, he interlinked the articles Article 14, Article 19 and Article 21. In another landmark case, Sunil Batra vs. Delhi administration, he introduced the system of accepting even a lecture as public interest litigation. This particular case was regarding the poor living condition and questionable treatment of inmates of jail. I observed that Karuna is the component of jail justice. In another famous case, Prem Shanti Shukla vs. Delhi administration, here it was decided that handcuffing of under-trial prisoners would be done only in exceptional cases. From all these above discussed cases, it clearly shows that Mr. IYER was greatest people's judge, a legend and a phenomenon forever and undoubtedly a man is ever seen by our country. Thank you. Thank you, Anjali. Last paper in the technical session will be by Prakash Shri Nagaresh. Respected the dais and senior academics, juniors, and close friends. We all know that Thiruvananthapuram KRISHNA was born in 15th November 1915 in a hamlet in Palakkad district and was educated at Pandalayani in Koilandi for schoolship and later shifted for collegiate education at Hon'ble and Madras universities. Starting his career as a lawyer at Talcherry, leading to the conferment Padma Vibhushan in the National Privilege Padma Award in 1989. There is no other person who was politician, turned lawyer, turned judge of the Supreme Court by the country, undergone imprisonment in a jail on political indictment. She stood up for
caste, creed or class that belongs to work hall to recall here that the late 70th century as KRISHNA era, during which he could influence court judges like Bhagavati, Chinnaparati and other to write landmark judgments with the inspiration of KRISHNA. Lords, when he protested against torture by the police as a method of interrogation, he was imprisoned for a month on a fabricated charge of giving legal assistance to communists and was put in the Salem jail. He was a legislator in the Madras province, rubbing shoulders with the legend EMS, under whose CMship he was a minister in Kerala cabinet, holding portfolios of law, jail, irrigation and etc. As an activist lawyer, he several jail terms for the cause of his poor and underprivileged clients. Justice IYER made notable and unequal on a number of occasions. Justice IYER utilized the Supreme Court's suo motu jurisdiction to hear cases based on inland letters and postcards written to the court, raising awareness about social concern. He was founding father of PIL, Public Investigation. Justice IYER wrote judgment in Symphony, that Webster's dictionary published a separate volume to include several words flow out Justice KRISHNA's pen like Asuri, Daridra Narayana's society, unperson to suffer the downtrodden, marginalized millions of average Indians. We all know that Justice IYER always stood up and protect the constitutional rights of poor and weaker section of the society. Thank you. Thank you to everyone who presented the papers. Good morning all. Respected dignitaries on and off the dais, advocates, judicial officers, students and well-wishers. Time is a barrier. I prepared a lot, but I want to limit it technical time. So, ഞാൻ വളരെ ചുരുക്കമായിട്ട് 2-3 വാക്കുകളിൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും എന്താണ് ജസ്റ്റിസ് IYER കൃഷ്ണയ്യർ എന്ന് നാം ഓർക്കുമ്പോൾ 3 കാലഘട്ടം നമുക്ക് ഓർമ്മിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, അദ്ദേഹം ജുഡീഷ്യൽ സർവീസിന് മുൻപ് എങ്ങനെ ആയിരുന്നു എന്നുള്ളതും ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ച ശേഷം എങ്ങനെ ആയിരുന്നുവെന്നും ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ടിൽ ദി ഏജ് ഓഫ് 100 ഓഫ് ഹിസ് ലൈഫ് ടൈം എങ്ങനെ ആയിരുന്നു 3 സമയം. ഞാൻ എന്താണ് സംസാരിക്കാൻ പ്രിപ്പയർ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 37ാമത്തെ വയസ്സിൽ അദ്ദേഹം മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമായിട്ട് 1952 അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി ഇരിക്കാതെ തന്നെ ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു മിനിസ്റ്റർ പദവിയിലെത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിബർ ഓർ ക്യാപ്പബിലിറ്റി ഓർ സ്കിൽ ഇൻബോൺ ടാലൻസ് ഒക്കെ എത്രത്തോളം ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും അദ്ദേഹം ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് മാറുമ്പോൾ 5 വർഷത്തെ ഹൈക്കോടതി സേവനത്തിന് ശേഷം 1975 അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി, നാം ഇപ്പോൾ പല സ്പീക്കേഴ്സ് സെമിനാർ പ്രസൻറ്റേഴ്സേഴ്സ് അവരുടെയൊക്കെ വാക്കുകൾ നാം കേട്ട കാര്യമാണ്. എന്താണ് അലഹബാദ് ഹൈക്കോടതി അന്ന് പ്രൈം മിനിസ്റ്ററായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് എതിരെ വന്ന ഒരു വിധിക്ക് അനുകൂലമായാണോ പ്രതികൂലമായാണോ എന്ന ഒരു സംശയത്തിക്കരിയിൽ ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. അദ്ദേഹം എങ്ങനെയായിരുന്നു എന്ന് വിധി പ്രഖ്യാപിച്ചിരുന്നത്, ഇന്ദിരാഗാന്ധിക്ക് പാർലമെന്റിൽ ഒരു മെമ്പറായിട്ട് തുടരുവാൻ സാധിക്കും, പക്ഷേ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സമർപ്പിച്ച നമുക്കെല്ലാം അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണം വരെ വളരെ ശക്തമായ ഭാഷയിൽ സുപ്രീം കോടതിയിലായി. അടുത്തതായി ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെന്റിൽ ഡോക്ടറേറ്റ് നേടിയ
അഡ്വക്കേറ്റ് ഡോക്ടർ ഷിബു ജോസഫ് കോട്ടയിലിന് ദി ലോട്ടസ് മെമ്പറായിരുന്ന അരുൺ കുമാർ ദേവിയുടെ സ്മരണാർത്ഥം ട്രസ്റ്റ് നൽകുന്ന ഉപഹാരം. അടുത്തതായി MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫസ്റ്റ് റാങ്കോടെ LLM ബിരുദം കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ദേവിക TS-ന് ദി ലോട്ടസ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് ഗീതാ കൃഷ്ണന്റെ സ്മരണാർത്ഥം ട്രസ്റ്റ് നൽകുന്ന ഉപഹാരം. അഡ്വക്കേറ്റ് ദേവിക TS. അടുത്തതായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടെ BCom LLB ബിരുദം കരസ്ഥമാക്കിയ B നിരഞ്ജന ബാബുവിന് ദി ലോട്ടസ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് വർക്കല B സജീവ് കുമാറിന്റെ സ്മരണാർത്ഥം ട്രസ്റ്റ് നൽകുന്ന ഉപഹാരം. അടുത്തതായി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെക്കൻഡ് റാങ്കോടെ LLM ബിരുദം കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് അനഘ SR-ന് ദി ലോട്ടസ് മെമ്പറായിരുന്ന ശ്രീമതി സരോജിനിയുടെ സ്മരണാർത്ഥം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഉപഹാരം. അഡ്വക്കേറ്റ് അനഘ SR. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും BBA LLB പരീക്ഷയിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ അഭിരാമി ആറാനിലിന് ദി ലോട്ടസ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് റിയാസുദ്ദീന്റെ സ്മരണാർത്ഥം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഉപഹാരം നൽകുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും യൂണിറ്ററി LLB പരീക്ഷയിൽ അഭിരാമി. അടുത്തതായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും യൂണിറ്ററി LLB പരീക്ഷയിൽ സെക്കൻഡ് റാങ്ക് നേടിയ ഹൃദ്യ കൃഷ്ണന് ദി ലോട്ടസ് ട്രഷററായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രന്റെ സ്മരണാർത്ഥം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഉപഹാരം നൽകുന്നു. ഹൃദ്യ കൃഷ്ണൻ. അടുത്തത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും യൂണിറ്ററി LLB പരീക്ഷയിൽ തേർഡ് റാങ്ക് നേടിയ ബീബിൾ MA ദി ലോട്ടസ് മെമ്പറായിരുന്ന ശ്രീ M രാജേന്ദ്രന്റെ സ്മരണാർത്ഥം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഉപഹാരം. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈവനിംഗ് യൂണിറ്ററി LLB പരീക്ഷയിൽ തേർഡ് റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ സന്തോഷ് രാജന് ദി ലോട്ടസിന്റെ സഹോദര സ്ഥാപനമായ ദി സ്പെഷ്യൽ നൽകുന്ന ഉപഹാരം. സന്തോഷ് രാജൻ. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫോർത്ത് റാങ്കോടെ LLM ബിരുദം കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് കാർത്തികയ്ക്ക് ദി ലോട്ടസ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് വിമല രാജഭാനുവിന്റെ സ്മരണാർത്ഥം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഉപഹാരം നൽകുന്നു. അടുത്തതായി കേരള യൂണിവേഴ്സിറ്റി നടത്തിയ ഈവനിംഗ് യൂണിറ്ററി LLB പരീക്ഷയിൽ ഫിഫ്ത്ത് റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ ജഹാംഗീറിന് ദി ലോട്ടസ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് K പത്മകുമാറിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഉപഹാരം നൽകുന്നു. അടുത്തതായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിറ്ററി LLB പരീക്ഷയിൽ 6ാം റാങ്ക് നേടിയ ഷരിൻ സേറ രാജുവിന് ദി ലോട്ടസ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് കാവല്ലൂർ മഹേന്ദ്രന്റെ സ്മരണാർത്ഥം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഉപഹാരം നൽകുന്നു. ഷരിൻ സേറ രാജു. പവർ ലിഫ്റ്റിംഗ് ഏഷ്യൻ യൂണിവേഴ്സിറ്റി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ബെസ്റ്റ് ലിഫ്റ്റർ റണ്ണറപ്പായി ഗോൾഡ് മെഡൽ നേടിയ ശ്രീലക്ഷ്മി S-ന് ദി ലോട്ടസ് മെമ്പറായിരുന്ന ശ്രീ M സലാഹുദ്ദീന്റെ സ്മരണാർത്ഥം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഉപഹാരം. ലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ഗോകുൽ കൃഷ്ണന് ദി ലോട്ടസിന്റെ സഹോദര സ്ഥാപനമായ ദി സ്പെഷ്യൽ നൽകുന്ന ഉപഹാരം. അടുത്തതായി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA LLBയിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ മനു കൃഷ്ണ SKക്ക് ലോട്ടസ് നൽകുന്ന ഉപഹാരം. ദേവിക. ഇങ്ങോട്ട് നോക്കി, എവിടെ നോക്കി?
ഇപ്പോൾ പേപ്പർ പ്രസന്റേഷൻ നടത്തിയവരിൽ നിന്നും 3 പേർക്ക് ദി ലോട്ടസ്റ്റ് ക്യാഷ് പ്രൈസ് നൽകുന്നതാണ്. അതിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് മിട്ടു NP ജോസ്. ദി ലോട്ടസ് നൽകുന്ന 10,000 രൂപയുടെ ക്യാഷ് പ്രൈസും ഒപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സെക്കൻഡ് പ്രൈസ് second goes to Nikhil Balan. Third Swati. Second prize 5,000 രൂപയും third prize 3,000 രൂപയുമാണ്. സെമിനാർ പേപ്പറിന്റെയും എഴുതി നൽകിയ സെമിനാർ പേപ്പറിന്റെയും പേപ്പർ പ്രസന്റേഷനും ചേർത്താണ് വാല്യുവേഷൻ നടത്തിയത്. സർട്ടിഫിക്കറ്റ് പിന്നീട് നൽകുന്നതാണ്. ഇന്നലെ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ അപകടത്തിൽ അകാല ചരമം അടഞ്ഞവർക്ക് 1 നിമിഷം മൗനം ആചരിച്ച് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഇവിടെ സമാപിക്കുന്നു. ദി ലോട്ടസ് ഡേ ഈ വർഷത്തെ ലോ ഡേ സെലിബ്രേഷന്റെയും ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് വിതരണ ചടങ്ങിന്റെയും ഫസ്റ്റ് സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സെക്കൻഡ് സെഷൻ 5 മിനിറ്റിനുള്ളിൽ ആരംഭിക്കുന്നതാണ്. ഭയമില്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് നിയമനിർമ്മാണം നടത്താം. ഉള്ള നിയമങ്ങളെ പരിപാലിക്കാം. പേടിത്തപ്പൻ പേടി എനിക്ക് പനിപ്പേടി തൊണ്ടവരണ്ട് ചുമപ്പേടി തേടും വഴികളിലെല്ലാം ഒഴിയാ ബാധകളുണ്ടെന്നുൾപ്പേടി കണ്ണീരിന്റെ കടൽ പേടി തണ്ണീർ വറ്റി വെയിൽ പേടി അരികിൽ വരുന്നൊരുകൾ പേടി പരിചിതരെ പോലും പേടി തണൽമരമൊന്നൻ തണലിൽ വീണ് തണൽമരമൊന്നൻ തലയിൽ വീണ കഴുത്തൊടിയാമെന്നൊരു പേടി ഓടും വണ്ടിയിടി പേടി കാണും പട്ടികടിപ്പേടി പശുവിൻ പേടി കൊതുകിൻ പേടി പറവപ്പേടി മീൻ പേടി പേടികളോടലരാടി അടങ്ങാതോടി വിയർത്ത് വിറപ്പേടി പേടി എനിക്ക് പനിപ്പേടി തൊണ്ടവരണ്ട് ചുമപ്പേടി ഓണക്കാലം പേടിക്കോലം പേടിപ്പാതാളത്താളം പേടികളൊക്കെ ഇരുത്തെന്നുള്ളിൽ പേടിപ്പൂക്കളമിട്ടു ഞാൻ പ്രജകൾ കോണപ്പേടി കൊടുത്തു ഞാൻ ഓടി വരൂ കുട്ടികളെ അടിപൊളി പേടി കോടിപ്പുണവ് തരാം പേടിപ്പാതുകമിട്ടു തരാം നെറ്റിയിലൊരു പേടി പൊട്ടു തൊടാം പേടിച്ചങ്ങനെ പേടി പെരുമാളായിടാം പേടി എനിക്ക് പനിപ്പേടി തൊണ്ടവരണ്ട് ചുമപ്പേടി പേടിത്തായം വകയുടെ മേളം പേടിത്തിരുവാതിരയാട്ടം പേടികളൊക്കെ ഒരുരുളയ്ക്കും പേടിക്ക് വിഴുങ്ങാനും പേടി പേടിത്തപ്പൻ മുതുകത്തേറി പേടിയിലയും ഒരാറാട്ട് പേടി കൊമ്പൻ വിളയാട്ട് പേടി എനിക്ക് പനിപ്പ് പേടികൾ ഓരോന്നിങ്ങനെ ചൊന്നാൽ കൂടിപ്പോമെന്നൊരു പേടി പേടിക്കൊമ്പൻ മുതുകത്തേറി പേടിയിലയും ഒരാറാട്ട് പേടിത്തപ്പൻ വിളയാട്ട് പേടി എനിക്ക് പനിപ്പേടി തൊണ്ടവരണ്ട് ചുമപ്പേടി പേടി കുടിലത ലോഭം പേടി കുടിലത ലോഭം നാടിനാദി വളർത്തും മലിനതകൾ പേടികൾ മാറ്റാൻ പേടി വളർത്തുന്നവരുടെ വേര് പറിക്കുക നാം പേടികൾ മാറ്റാൻ പേടി വളർത്തുന്നവരുടെ വേര് പറിക്കുക നാം നേടിയതെല്ലാം നമ്മുടെ നാടിന് ചേരും നിലവറകൾ
ഓരോരുത്തർക്കെല്ലാവർക്കും അതീടായി നിലനിർത്തിയിടുക നാം. നാളെയുമുണ്ടൊരു നല്ലോണം, നല്ലവരുടെ മാത്രം പൊന്നോണം. നല്ലവരെന്നാൽ നാട് മുടിക്കാതുള്ളവരാണെന്നോർക്കേണം.